ഞാൻ നിലവിലൊരു പ്രവാസിയല്ല. എന്നാൽ പ്രവാസിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഭാര്യയുടെ സമ്മതമില്ലാതെ പ്രവാസം തിരഞ്ഞെടുക്കുന്നതിൽ ഇസ്ലാമിൽ തെറ്റുണ്ടോ? എൻ്റെ നിലവിലെ സാമ്പത്തിക അവസ്ഥയിലോ ശമ്പളമോ കൊണ്ട് ഭാവിയിൽ ഒരു വീട് വെക്കാനാവില്ല. പെൺമക്കളാണ്. അവർക്ക് ആവശ്യമാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാനോ ഒന്നും ഇപ്പോഴുള്ള ഉപജീവന മാർഗം കൊണ്ട് കഴിയുമോ എന്ന് സംശയമാണ്. അവരുടെ വിവാഹത്തിനെ സംബന്ധിച്ചൊന്നും എനിക്ക് ആശങ്കയില്ല. വൈഫ് ഒരു കാരണവശാലും എന്നെ പുറത്തേക്ക് വിടില്ല എന്നാണ് പറയുന്നത്. എനിക്കും പോകാൻ താല്പര്യമുണ്ടായിട്ടല്ല. കാര്യങ്ങൾ പറയുമ്പോൾ അവൾ പറയുന്നത് വീടൊക്കെ ആവുന്ന കാലത്താവട്ടെ, അതിനുവേണ്ടി മാത്രമല്ലല്ലോ ഈ ജീവിതം. വാടക വീട്ടിലാണെങ്കിലും ഇപ്പോൾ പട്ടിണിയില്ലാതെ കഴിയുന്നില്ലേ? ഗൾഫിൽ പോയി പണം സമ്പാദിച്ചു കണ്ടവർ ഒന്നും പിന്നീട് അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. 3 വർഷം എന്നത് 5 വർഷമായി, 10 വർഷമായി, അങ്ങനെ അത് കൂടിക്കൂടി വരും. പിന്നെ മക്കളുമായി ബന്ധമുണ്ടാവില്ല തുടങ്ങി കുറേ കാര്യങ്ങൾ. ഇതൊക്കെയാണ് അവൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മാത്രം ഭാര്യയുടെ സമ്മതമില്ലാതെ എനിക്ക് പ്രവാസം തിരഞ്ഞെടുക്കാമോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇത്തരമൊരു സാഹചര്യത്തിൽ അയാൾ പ്രവാസി ആവാതിരിക്കൽ തന്നെയാണ് ഏറ്റവും നല്ലത്. ഒന്ന്, ഈ വൈഫിനെ വിട്ടുപോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വൈഫിൻ്റെ ഒരു അനുവാദം ആവശ്യമുണ്ട്. ഒരുപക്ഷെ മാതാപിതാക്കളുടെ പോലും അനുവാദമില്ലാതെ പോകാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഭാര്യയുടെ അനുവാദം ഒരാവശ്യമാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ മാത്രമല്ല, ഇവർ പറയുന്നതൊക്കെ വളരെ ജെന്യൂനായിട്ടുള്ള കാരണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടത് അംഗീകരിക്കൽ തന്നെ ആയിരിക്കും നന്നായിരിക്കും. പിന്നെ ഇയാൾ ഭയങ്കര ഭാഗ്യവാനാണ്. കാരണം ഭാര്യ പിന്തുണ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ സ്ത്രീകൾ എന്താ ചെയ്യുക? ചില നിങ്ങളൊന്ന് ഗൾഫിലെങ്കിലും പോയി നോക്കിയും എന്നല്ലേ പറയാം. ആ സ്ഥാനത്ത് എന്ത് ചെയ്യാണ്? ഉള്ളത് കൊണ്ട് നമുക്ക് സംതൃപ്തമായി ജീവിക്കാം, അതിനൊക്കെ ഒരു വഴി അള്ള ഉണ്ടാക്കി തരും എന്ന് പറയുന്ന ആ ഒരു മനസ്സിൽ ഒരു പിന്തുണ പറയുമ്പോൾ പിന്നെ വെറുതെ ഇദ്ദേഹം ടെൻഷൻ ആവേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ നല്ലൊരു ദീനിയായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഈ പെൺകുട്ടികളുടെ വിവാഹം അല്ലെങ്കിൽ പഠനം ഇതൊന്നും അങ്ങനെ ഒരു വലിയൊരു വിഷയമായി നമുക്ക് തോന്നുന്നില്ല. കാരണം ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികൾക്കല്ലേ പഠിക്കാൻ വീണ്ടും അവസരം വേണ്ടത്. പഠിക്കാത്ത കുട്ടികൾക്ക് അവസരങ്ങൾ എടുക്കാറില്ല. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുമല്ലോ. പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് അഡ്മിഷൻ കിട്ടും. ഏത് കോഴ്സുകൾക്കും കിട്ടും, അഡ്മിഷൻ കിട്ടും. ഇപ്പോൾ ഒരാൾ ഒരു BEdന് ചേരണമെങ്കിൽ ഒരു 1,50,000 രൂപ വേണം ഒരു സ്വാശ്രയ കോളേജിൽ. പക്ഷെ അതേ സമയത്ത് എന്തുണ്ട്? 3,000 രൂപ മിനിമം ഫീസ് കൊടുത്താൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? BEdന് പഠിക്കാൻ പറ്റും, മാർക്കുണ്ടെങ്കിൽ. അപ്പോൾ മാർക്കുള്ളവർക്ക് ഇവിടെ പഠിക്കാമല്ലോ. പിന്നെ വിവാഹം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ആരാണ് അങ്ങനെ ദീനിയായ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമുക്കൊരു മിനിമം ഒരു 10 പവനെങ്കിലും കൊടുത്തുവിടുന്ന ആരും ചോദിക്കൂല. നിങ്ങളാ കുട്ടീനെ തന്നാൽ മതി എന്നാ പറയാം. അതല്ലാത്തൊരാൾക്ക് നമ്മൾ പണം വെച്ച് സംതൃപ്തിപ്പെടുത്തി കൊടുത്തിട്ടെന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നിടത്തുള്ള ചില പ്രശ്നങ്ങൾ അതിലുണ്ട്. അതില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഒരു വീട് എന്തെല്ലാം, വീടിന് ധാരാളം പദ്ധതികളുണ്ട് നമ്മുടെ നാട്ടിൽ. ധാരാളം പദ്ധതികളുണ്ട് വീടിന്. ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുണ്ട്. ഒരാൾക്ക് തീരെ വീട് നിവർത്തില്ലാത്ത ആളാണെങ്കിൽ എന്തുണ്ട്? അയാൾക്ക് ഇത്ര തുക വരെ അയാൾ ഉണ്ടാക്കുകയാണെങ്കിൽ ബാക്കി എന്ത് ചെയ്യും? ഗവൺമെൻറ് ലഭിച്ചിട്ടുണ്ട്. എത്രയോ സന്നദ്ധ സംഘടനകളുണ്ട്, സക്കാത്ത് സെല്ലുകളുണ്ട്, പല നിലക്കുള്ള സംരംഭങ്ങളുണ്ട് വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ. കാരണം ഒരു വീട് പറഞ്ഞാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിയൂല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സഹായിക്കപ്പെടുന്നത്. അപ്പോൾ അത് കുടുംബങ്ങൾ സഹായിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ സാധ്യതകൾ ഉണ്ടാകുമ്പോൾ ആ സമയമാകുമ്പോൾ അതിനൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കി ചെയ്യുവാൻ. കുട്ടി വലുതായി വരുന്നുണ്ട്, കെട്ടിക്കാനായിട്ടുണ്ട്, ഒരു വീട് അവന് ആവശ്യമാണ് എന്നെന്ത് ചെയ്യും? ചിന്തിക്കുമ്പോൾ നമുക്ക് ആളുകളിൽ നിന്ന് വാങ്ങാനും ചിലപ്പോൾ ചില കുറികളിൽ കൂടി നമുക്ക് അതിൻ്റെ സമ്പാദ്യം ഉണ്ടാക്കാനൊക്കെ പറ്റും. പിന്നെ ഒരിക്കലും ഈ വീടൊന്നും എന്ത് ചെയ്യരുത്? ഇപ്പോൾ ഒരു 25 ലക്ഷം റുപ്യേൻ്റെ കയ്യിൽ വരുമ്പോൾ വീടുണ്ടാക്കാൻ ആരും വിചാരിക്കരുത്. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഒരു സ്ഥലം നമുക്കുണ്ട്, അപ്പോൾ നമ്മളൊരു തറട്ടു, എൻ്റെ തുടക്കങ്ങൾ തുടങ്ങി, ഒരു കോൺക്രീറ്റായി, അതങ്ങനെ പൂർത്തിയായി പോവും. നമ്മളിപ്പോൾ ഒരു വീടുണ്ടാക്കേണ്ട ഇവിടുന്ന് ഈ പൈസക്ക് പാടെ കിട്ടിയെന്ന് വെച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒരു അലല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളുള്ളൂ എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ അയാൾ എന്താണ്? ഒരു പ്രവാസത്തെ സ്വീകരിക്കാതിരിക്കലായിരിക്കും അദ്ദേഹത്തിന് ഖൈർ എന്നാണ് മനസ്സിലാവുന്നത്.